അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്ത് വെച്ച് നടന്ന SMF മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ മംഗലാപുരത്തെ കാളിയും സമസ്ത കേന്ദ്ര മുഷാവറംഗവുമായിട്ടുള്ള ഷെയ്ഖുന ത്വാക്ക ഉസ്താദ്, അതുപോലെ കർണാടക സമസ്ത മുഷാവറയുടെ ആദരണീയനായ പ്രസിഡന്റ്, നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വവുമായിട്ടുള്ള ഷെയ്ഖുന സൈനുൽ ആബിദീൻ തങ്ങൾ ദുഗലെടുക്ക, അവരുടെ നേതൃത്വത്തിലാണ് ആ മീറ്റിംഗ് നടന്നത്. സത്യത്തിൽ ഇവിടെ വ്യാപകമായ രീതിയിൽ ചില തെറ്റായ പ്രചരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയൊക്കെ വ്യാപകമായ പ്രചരണങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. 2025 ജൂലൈ മാസത്തിലാണ് SMFൻ്റെ പുതിയ സ്റ്റേറ്റ് കമ്മിറ്റി നിലവിൽ വന്നത്. അപ്പോൾ SMFുമായി ബന്ധപ്പെട്ട് ഈ വിനീതൻ്റെ റോൾ എന്താണ് എന്നത് ആദ്യമായിട്ട് പറയാം. SMF ദാറുൽ ഹുദ SMFൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. SMF ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു വലിയ സംരംഭമാണ് സത്യത്തിൽ ദാറുൽ ഹുദ. ആ അർത്ഥത്തിൽ SMFുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാനും പഠനകാലത്തും പഠനകാല ശേഷവും SMFൻ്റെ വിവിധ പദ്ധതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഈ വിനീതന് അവസരമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കർണാടക കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ SMFൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിനീതനെ ചുമതലപ്പെടുത്തുകയും ആ രീതിയിലുള്ള എളിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ദാറുൽ ഹുദ SMFൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടും സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമായതുകൊണ്ടും മാത്രമല്ല SMFൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമസ്തയെ ശക്തിപ്പെടുത്തലാണ്. സത്യത്തിൽ മഹല്ലുകളിലേക്ക് കൂടുതൽ ജാഗ്രതയോടുകൂടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് SMFൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ SMFൻ്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ. ഏതായിരുന്നാലും കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് കർണാടകയിലെ പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുന്നതിന് ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ മുഖ്യ രക്ഷാധികാരി മഹാനായ സമസ്ത കേന്ദ്ര മുഷാവറാംഗവും നമ്മുടെയൊക്കെ കാളിയായിട്ടുള്ള ഷെയ്ഖുന ത്വാക്ക ഉസ്താദായിരുന്നു. അതുപോലെ അതിൻ്റെ ചെയർമാന് ആദരണീയരായ ദുഗലെടുക്ക സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളുമാണ്. ഈ വിനീതൻ അതിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു. ആകർഷൻ അഹമ്മദ് ഹാജിയാണ് അതിൻ്റെ ട്രഷററായിട്ടുണ്ടായിരുന്നത്. മറ്റു ഒട്ടേറെ പ്രഗത്ഭരായ ഉലമാക്കളും ഉമറാക്കളും അടങ്ങുന്ന ഒരു സമിതിയാണ്. അപ്പോൾ വന്യരായ കാളിയാർ ഷെയ്ഖുന ത്വാക്ക ഉസ്താദിനോടും അതുപോലെ ആദരണീയരായ ഷെയ്ഖുന സൈനുൽ ആബിദീൻ തങ്ങളോടും അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ സൗകര്യമുള്ള ഡേറ്റ് എന്ന രീതിയിലാണ് ഒക്ടോബർ 8 വൈകുന്നേരം മംഗലാപുരത്ത് കൂടാമെന്ന് തീരുമാനിക്കുന്നത്. അതടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. ജില്ലയിലെ കഴിഞ്ഞ കമ്മിറ്റികളിൽ നേരത്തെ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടന്നപ്പോൾ ഉണ്ടായ പ്രഗത്ഭരായ ഉലമാക്കളെ ഉമറാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ SMFൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരാമെന്ന ഒരാലോചന മീറ്റിംഗ് മാത്രമായിരുന്നു. അത് മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം ഒക്ടോബർ 8 വൈകുന്നേരം മംഗലാപുരത്ത് മീറ്റിംഗ് ചേരുകയും ഈ പ്രഗത്ഭരായ വന്യരായ കാളിയാർ ഷെയ്ഖുന ത്വാക്ക ഉസ്താദും ആദരണീയരായ സമസ്ത കർണാടക മുഷാവറയുടെ പ്രഗത്ഭരായ പ്രസിഡന്റ് സൈനുൽ ആബിദീൻ തങ്ങളും മീറ്റിങ്ങിന് എത്തുകയും അവരുടെ നേതൃത്വത്തിലാണ് മീറ്റിംഗ് തുടങ്ങിയത്. ആ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ നേരത്തെ വന്ന് ഈ മീറ്റിങ്ങിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കപ്പെടാത്ത ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നേതാക്കൾ അവിടെ ഒരു സമീപനം സ്വീകരിച്ചത് അവർ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാനോ മറ്റൊക്കെ വന്ന നമ്മുടെ കുട്ടികളായിരിക്കും, നമ്മളെ പ്രവർത്തകരാണല്ലോ. അപ്പോൾ അവരെയും കൂടി കേട്ടുകൊണ്ടുള്ള നമുക്ക് മീറ്റിംഗ് മുന്നോട്ട് പോവാം, അവർക്ക് പരാതികളോ മറ്റോ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ആദരണീയരായ സൈനുൽ ആബിദീൻ തങ്ങൾ പലവട്ടം പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് ആ രീതിയിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ബഹുമാന്യരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ അവരെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള വാഗ്വാദങ്ങളാണ് ഉണ്ടായത്. വളരെ ഖേദകരമായ ഒരു സംഗതിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് ആ മീറ്റിംഗ് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നപ്പോൾ ബഹുമാന്യരായ സയ്യിദ് അവർകൾ ഇടപെടുകയും സമസ്തയുടെ മൺമറഞ്ഞുപോയ മഹത്തുക്കളായ ഷെയ്ഖുന ഷംസുൽ ഉലമ, അതുപോലെ മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹുമ, ആ മഹാന്മാരുടെയും മറ്റു ഒട്ടനേകം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മാസമാണല്ലോ. അപ്പോൾ റബീഉൽ ആഖിർ മാസമായതുകൊണ്ട് തന്നെ അവരെ പേരിലുള്ള ഒരു ദുആ മജ്ലിസ് നടത്താമെന്ന രീതിയിൽ യാസീൻ ഓതി ദുആ ചെയ്ത് ആ പരിപാടി മീറ്റിംഗ് പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണങ്ങളിൽ ഈ വിനീതനെയും അതുപോലെ കർണാടകയിൽ വളരെ നല്ല രീതിയിൽ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നൂർലുദ എന്ന അഭിമാന സ്ഥാപനത്തിനെതിരെയുള്ള പ്രചരണത്തിൽ ചില ആളുകളൊക്കെ പങ്കാളികളാവുകയും ഇത് കണ്ട ചില ആളുകളൊക്കെ നമ്മളോട് എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ ചോദിച്ച പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് SMF രൂപീകരണത്തിൽ പ്രത്യേകമായ ഒരു ഒളി അജണ്ടകളോ അല്ലെങ്കിൽ വളരെ സ്വകാര്യമായിട്ടൊന്നുമല്ല. നമ്മൾ മംഗലാപുരത്തെ സൗകര്യപ്പെടുന്ന നല്ലൊരു ഓഡിറ്റോറിയത്തിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് മീറ്റിംഗ് ചേർന്നിരുന്നത്. ബഹുമാന്യരായ നേതാക്കൾ പറഞ്ഞതനുസരിച്ച് സെയ്ദ് സൈനുൽ ആബിദീൻ തങ്ങളും അതുപോലെ തോക്ക ഉസ്താദിൻ്റെ ഒക്കെ നിർദ്ദേശം മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം, അവർ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൂ. പരമാവധി നേതാക്കളെ വിവിധ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആളുകൾ ഓരോരുത്തർ പരമാവധി ആളുകളെ ക്ഷണിക്കുന്ന ഒരു രീതി ആദ്യത്തെ മീറ്റിംഗ് എന്ന രീതിയിൽ, അതുകൊണ്ട് തന്നെ പ്രത്യേകമായ പോസ്റ്ററോ അല്ലെങ്കിൽ ഫ്ലക്സ് ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കൂടിയാലോചന മീറ്റിംഗ് എന്നത് മാത്രമാണ് അതിൽ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. അതിനപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. പിന്നീട് കർണാടകയിൽ ഈ 10 വർഷത്തിലേറെയായി ഈ വിനീതൻ കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദാറുൽ ഹുദ സിസ്റ്റത്തിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉത്തരമേഖലാ സമ്മേളനത്തിൻ്റെ പ്രചരണ കാലത്ത് ഒരു 12-13 വയസ്സുള്ള സമയത്ത് പ്രസംഗിച്ചിട്ട് തുടങ്ങിയതാണ്. അറിയുന്ന കാലം മുതൽ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ ഇപ്പോൾ ഇന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ പല രീതിയിൽ സമസ്തയെയും സമസ്തയുടെ നേതാക്കളെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങളും പലതും ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ പോസ്റ്ററുകളും വോയിസുകളും വീഡിയോകളും വരുമ്പോൾ നൂർലുദയുടെ ഒരു ഹാദ്യമായിട്ട് നിലകൊള്ളുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നെയോ സമസ്തക്ക് എതിരായിട്ട് സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ സമസ്തയുടെ ആദരണീയരായ നേതാക്കൾ ബഹുമാന്യരായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, തങ്ങളുസ്താദിനെതിരെയോ മറ്റേതെങ്കിലും നേതാക്കൾക്കെതിരെ സമസ്ത മുഷാവറയിൽപ്പെട്ട നേതാക്കൾക്കെതിരെയോ ഒരു തരത്തിലും വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. ചിലരൊക്കെ മറ്റു പല താല്പര്യങ്ങളുടെ പേരിൽ പല തരത്തിലുള്ള പ്രചരണം നടത്തുകയാണ്. സമസ്തക്കെതിരായിട്ട് സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഈ വിനീതനോ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന നൂർലുദയോ ഒരു ഘട്ടത്തിലും നിലകൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് സമസ്തയുടെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സമസ്തയുടെ കീഴ്ഘടകങ്ങളെ ശക്തിപ്പെടുത്തൽ കൂടിയാണ്. 2010 ഹുദവി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നേരെ വന്നപ്പോൾ മുള്ളേരിയ മേഖലയുടെ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം കാസർഗോഡ് ജില്ലയുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയും 2015 മുതൽ കർണാടകയിൽ നൂർലുദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2015 മുതൽ 2025 ഇടയിലുള്ള 10 വർഷത്തിലേറെ നീണ്ട കാലത്ത് സമസ്തക്കോ സുന്നത്തമാത്തിനോ വിരുദ്ധമായ ഏതെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ ഈ വിനീതൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഒരാളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ആ തരത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു വീഡിയോ എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. സത്യത്തിൽ ആ വീഡിയോയിൽ പോലും ഞാൻ സമസ്തക്കെതിരെയോ അല്ലെങ്കിൽ മറ്റൊന്നും പറയുന്നില്ല. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് SKSF വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ SYS വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ SMF-നും ജമിയത്തുൽ മുഅല്ലിമീനും മദ്രസ മാനേജ്മെൻറ്റിന് സമസ്തയുടെ പോഷക ഘടകങ്ങളെ ശക്തിപ്പെടുത്തുമ്പോഴാണ് സമസ്തയെ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ കർണാടകയിൽ SMF പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ
മഹല്ലുകളുടെ ഒരു ഏകോപനവും അതുപോലെ ഉമറാക്കളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ കരുത്താകുമെന്ന ഒരു ചിന്ത ഒരുപാട് കാലമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുമ്പും SMFന്റെ പ്രവർത്തനങ്ങൾക്ക് കർണാടകയിൽ പല രീതിയിൽ കൂടെ നിൽക്കാനും അതിനുവേണ്ടി സഹായിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പം സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് സമസ്തയുടെ കീഴിലുള്ള എല്ലാ പോഷക ഘടകങ്ങളെയും വളരെ പ്രാധാന്യത്തോടു കൂടെ കണ്ടിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ SMFുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഇവിടെ ചില ആളുകൾ പരത്തുന്നുണ്ട്. കഴിഞ്ഞ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിട്ടേണിംഗ് ഓഫീസർ മഹാനായ ഷേഖുന MT ഉസ്താദ് ആയിരുന്നു. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് SMF പുതിയ സ്റ്റേറ്റ് കമ്മിറ്റി നിലവിൽ വന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 8-ാം തീയതി തന്നെ നടന്ന മുഷാവറയിലടക്കം SMFുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും SMF അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ മുഷാവറയിൽ ബഹുമാന്യരായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം ബഹുമാന്യരായ നമ്മുടെ നേതാക്കൾ നിലപാടെടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. സമസ്ത മുഷാവറയിലെ പ്രഗത്ഭരായ ആലിമ്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ SMF സമസ്തയുടെ ഔദ്യോഗികമായ ഒരു മഹല്ല് കൂട്ടായ്മകൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിനോ സമസ്തക്കോ വിരുദ്ധമല്ല, മറിച്ച് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. മറ്റൊരു പ്രചരണം ഉണ്ടായത് കഴിഞ്ഞ 7-ാം തീയതി മിനിഞ്ഞാന്ന് നടന്ന ജില്ലാ മുഷാവറ, കർണാടക മുഷാവറയിൽ ആ രീതിയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ മീറ്റിംഗ് നിർത്തിവെക്കണമെന്ന ആഹ്വാനം ഉണ്ടായി എന്ന തരത്തിൽ ഒരു ലെറ്റർ ഹെഡ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത KL ഉമർ ദാരിമി, ബഹുമാന്യരായ മുഷാവറയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന KL ഉമർ ദാരിമി തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരുന്നു. അങ്ങനെ ഒരു ചർച്ച SMFുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നും കേന്ദ്ര മുഷാവറയുടെ മുമ്പിൽ ഈ വിഷയം കൊണ്ടുവന്ന് അവരുടെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകാം എന്ന അടിസ്ഥാനത്തിലാണ് പിരിഞ്ഞത് എന്നും അതല്ലാതെ മീറ്റിംഗ് നിർത്തിവെക്കണമെന്ന് ഒരു ആഹ്വാനം മുഷാവറയിൽ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ മുഷാവറയുടെ പേരിൽ വന്ന ലെറ്റർ ഹെഡ് വ്യാജമാണ്, അതാരോ പടച്ചുണ്ടാക്കിയതാണ്. ആ ലെറ്റർ ഹെഡാണ് ഇവിടെ ആളുകൾക്ക് വ്യാപകമായ തെറ്റുധാരണക്ക് അല്ലെങ്കിൽ ഈ വിനീതനടക്കം ബഹുമാന്യരായ നേതാക്കൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു സാഹചര്യം, ഒരു പെരുമാറുന്ന രീതി ഉണ്ടാവാനൊക്കെ കാരണമായത് ആ ലെറ്റർ ഹെഡാണ്. സത്യത്തിൽ ആ ലെറ്റർ ഹെഡ് വ്യാജമാണ് എന്ന് ലെറ്റർ ഹെഡ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട KL ഉമർ ദാരിമി പറയുകയും മാത്രമല്ല മുഷാവറയുടെ ആദരണീയരായ പ്രസിഡന്റ് വന്യരായ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞത് കേന്ദ്ര SMF സംസ്ഥാന കമ്മിറ്റി ആ രീതിയിൽ ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിനെ മറ്റൊരു ഉപസമിതി കീഴ്ഘടകം എങ്ങനെയാണ് മുടക്കുക? അത് സാധ്യമല്ലല്ലോ എന്ന് ബഹുമാന്യരായ ഷേഖുന സൈനുൽ ആബിദീൻ തങ്ങൾ ആ യോഗത്തിൽ വെച്ച് പറയുന്നതും നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഏതായിരുന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം ഈ തരത്തിലാണ്. നൂറുലുദയെ അരികുവൽക്കരിക്കാൻ, നൂറുലുദയെ പല രീതിയിൽ കുറേ കാലങ്ങളായിട്ട് ചില ആളുകൾ നിരന്തരം പല രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ സ്ഥാപനത്തിനുള്ള സ്വാധീനം കുറക്കാനും ജനങ്ങൾ ഈ സ്ഥാപനത്തിലെ സഹായിക്കുന്നത് ഇല്ലാതാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താണ്. ഇതിൻ്റെ നിജസ്ഥിതി ഇന്നതാണ്. മാത്രമല്ല, നൂറുലുദയുടെ 10-ാം വാർഷികം നമ്മൾ ആദ്യമായിട്ട് മഹാനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, വന്യരായ തങ്ങൾ ഉസ്താദിനെ കണ്ട് സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞ് ആദ്യത്തെ ബാച്ചിൻ്റെ സനത് കൊടുക്കാൻ തങ്ങൾ ഉസ്താദിനെ ക്ഷണിക്കുകയും ചെയ്തു. അതിൻ്റെ വീഡിയോസൊക്കെ വരാനിരിക്കുകയാണ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്. ഈ ഒരു ഘട്ടത്തിൽ സമ്മേളനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ല ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പലവിധ പരിപാടികൾ നടത്തി കർണാടകയിലെ മുസ്ലിം മുഖ്യധാരയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറാൻ നൂറുലുദ ശ്രമിക്കുന്നത് അതൊരു വിദ്യാഭ്യാസ ജാഗരണത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ്. അതിനെ തളർത്തുക എന്നുള്ളത് ചിലരുടെ അജണ്ടകളാണ്. അവർ സമസ്തക്കാരൊന്നുമല്ല. ഈ രീതിയിൽ പ്രചരണം നടത്തുന്ന മറ്റു പല സംഘടനകളിലും നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഈ രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തുന്നത്. ആ പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർ വഞ്ചിതരാകരുത് എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ അള്ളാന്റെ ശുഹദാക്കൾ ഉറങ്ങുന്ന മണ്ണിലാണ് നൂറുലുദ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ശുഹദാക്കളുടെ ആ ഒരു തർബിയത്തിൽ
ദിവസവും ശുഹദാക്കളെ സിയാറത്ത് ചെയ്യുന്ന മക്കൾക്ക് സുന്നത്തമാത്തല്ലാത്ത വേറെന്ത് ആശയമാണ് ഉണ്ടാവുക? വെള്ളിയാഴ്ച രാവിലെ സലാത്തും തിങ്കളാഴ്ച ദുആ സമ്മേളനവും മാസത്തിൽ മജ്ലിസുന്നൂർ മുടങ്ങാതെ നടക്കുന്ന ഒരു വലിയ സ്ഥാപനം. ദാറുൽ ഹുദയാണെങ്കിലോ 3700ഓളം ഉദവികൾ ഇറങ്ങിയിട്ട് ഒരാൾ പോലും സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിന് പുറത്താണ് എന്ന് ഇന്ന് വരെ ഒരാൾക്ക് തെളിയിക്കാനായിട്ടില്ല. മറ്റു പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിനുകളൊക്കെ നിരർത്ഥകമാണ്. ഇതൊരു വാശിക്ക് വേണ്ടി പറയുന്നതല്ല. ഞാൻ ആവർത്തിക്കുന്നു ഒരൊറ്റ കാര്യം, ഇതൊരു വാശിക്കോ വൈരാഗ്യത്തിനോ അല്ല. പരസ്പരം അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. അഭിപ്രായ ഭിന്നതകൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണേണ്ടതാണ്. അല്ലാതെ നേതാക്കളെ ഗരാവോ ചെയ്തിട്ടോ അവരെ ചോദ്യം ചെയ്തിട്ടോ അവരെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടോ അവരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടോ അല്ല നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്. നീണ്ടകാലം വിഘടിത വിഭാഗത്തിനെതിരെ അതിശക്തമായിട്ട് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഇന്നും അവരുടെ ഭാഗത്തു നിന്നൊക്കെ പല രീതിയിലുള്ള എതിർപ്പുകളും പല രീതിയിലുള്ള പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ നമ്മൾ ഒന്നിച്ച് നിന്ന് നേടിയുണ്ടാക്കിയ ഈ ഇസ്സത്ത് തകർക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ സമസ്തയെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, സമസ്തയുടെ ആലിമീങ്ങളുടെ കൂടെ നിൽക്കുന്ന, സയ്യിദുൽ ഉലമ അടക്കമുള്ള നേതാക്കളെ ആദരിക്കുന്ന പ്രിയപ്പെട്ടവർ അതേപോലെ നമ്മൾ ഒന്നിച്ചു നിന്ന് കൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി കാലത്തെയും മറികടക്കേണ്ടതുണ്ട്. പൊതുവെ ഇതുപോലെ നടക്കുന്ന ഒരുപാട് പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ ഒരു ചർച്ചയിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സമുദായത്തിൻ്റെ എനർജിയും സമുദായത്തിൻ്റെ ചിന്തയും ഊർജവും ഇങ്ങനെ തമ്മിലെടുക്കാൻ വേണ്ടി വിനിയോഗിക്കപ്പെടരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഈ ഘട്ടത്തിൽ പ്രചരണം സ്ഥാപനത്തിനെതിരെ കനപ്പെട്ട് വരികയും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ കരുവാക്കാനും അതുപോലെ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതിനപ്പുറത്ത് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. തൽക്കാലം അങ്ങോട്ടേക്കൊന്നും പോകാതെ സമസ്തയെ സ്നേഹിക്കുന്നവർക്ക്, നൂറുലുദയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ അദബോടുകൂടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നേതാക്കളുടെ കൂടെ അവരുടെ ആഹ്വാനങ്ങളുടെ കൂടെ അതിശക്തമായിട്ട് നിലകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പടച്ചോൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങളെ ദുആയിൽ ഈ വിനീതൻ ഉണ്ടാവണം. മാത്രമല്ല നൂറുലുദയുടെ വരുന്ന 10ാം വാർഷിക സമ്മേളനം ഡിസംബറിൽ നടക്കുമ്പോൾ അത് സമസ്തയുടെ 100ാം വാർഷിക ഐതിഹാസിക സമ്മേളനത്തിൻ്റെ ഒരു പ്രചരണം പോലെയാണ് നടക്കുക. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും നിങ്ങളൊക്കെ അതിൻ്റെ സഹകാരികളായിട്ട് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റു വ്യക്തിപരമായ വിമർശനങ്ങളെ കഴമ്പില്ലാത്തതായതുകൊണ്ട് കൂടുതലൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടും SMF-ഉമായി ബന്ധപ്പെട്ട് നൂറുലുദയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പല വ്യാപകമായ പ്രചരണങ്ങൾക്ക് ഒരു ചെറിയ വിശദീകരണം എന്ന രീതിയിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ദീനിനു വേണ്ടി ഒരേ മനസ്സോടെ ഇസ്സത്തോടെ പ്രവർത്തിക്കാൻ പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ ശ്രമങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.